പീറ്റർ പാർക്കറും ആൻഡ് മേയും അവരുടെ അപ്പാർട്ട്മെന്റിൽ ടി.വി. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നോർമൻ ഓസ്ബോൺ പീറ്റർ പാർക്കറിനെ ഫോൺ വിളിക്കുകയാണ്. സ്കോർപിയനെയും മറ്റ് ഗാങ്സ്റ്റേഴ്സിനെയും ഒക്കെ തടഞ്ഞ് ഓട്ടോ ഒക്ടേവിയസിന്റെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസും ഗാഡ്ജറ്റ്സും എല്ലാം സേഫ് ആക്കി ഓസ്കോർപ്പിനെ തിരികെ നൽകിയതിന് നോർമൻ ഓസ്ബോൺ പീറ്റർ പാർക്കറിനെ അഭിനന്ദിക്കുന്നു. പിന്നീട് ഡോക്ടർ ബെൻലി വിറ്റ്മാന്റെ നേതൃത്വത്തിലുള്ള സയന്റിസ്റ്റുകൾ ഓസ്കോർപ്പിൽ വെച്ച് നോർമൻ ഓസ്ബോണുമായിട്ട് മീറ്റിംഗിൽ ഏർപ്പെടുകയാണ്. ഓട്ടോ ഒക്ടേവിയസിന്റെ വെപ്പൺസും ഗാഡ്ജറ്റ്സും ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവ നമ്മുടെ കൺട്രോളിലാകുമെന്നുമാണ് അവിടെയുള്ള ഒരു സയന്റിസ്റ്റ് പറയുന്നത്. ഓസ്കോർപ്പിന്റെ ഗ്ലൈഡറിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഗ്ലൈഡർ ഫീൽഡ് ടെസ്റ്റിന് റെഡിയാണെന്നുമാണ് മറ്റൊരു സയന്റിസ്റ്റ് പറയുന്നത്. ഇന്റേൺസ് എല്ലാവരും തന്നെ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടെന്നും പീറ്റർ പാർക്കറും ഡോക്ടർ കാർല കോണേഴ്സും ഒരു ഇന്നോവേറ്റീവായ മാഗ്നറ്റിക് ജനറേറ്റർ നിർമ്മിച്ചെന്നും അതോടൊപ്പം തന്നെ ബെൻലി വിറ്റ്മാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം കൂടെ നോർമൻ ഓസ്ബോണോട് പറയുകയാണ്. അതായത് ഓസ്കോർപ്പ് പീറ്റർ പാർക്കറിന്റെ ബ്ലഡ് സാമ്പിൾസ് ഉപയോഗിച്ച് സ്പൈഡർമാന്റെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള DNA സ്ട്രക്ചർ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിൽ വിജയം കണ്ടെത്തിയിരിക്കുന്നുവെന്ന്.